IRGC എന്ന് പറയുന്ന ഓൾ എൻകംപസിങ് സിസ്റ്റം, അത് രാഷ്ട്രീയ ഘടനകളിലും സൈന്യത്തിലും മതഘടനകളിലും എല്ലാം തന്നെ ആഴത്തിൽ വേരുറപ്പിച്ച മറ്റു രാജ്യത്തൊന്നും ഇല്ലാത്ത ഒരു യുണീക്ക് സംവിധാനമാണ്. അവരെന്ത് പറയുന്നു എന്നതാണ് ആത്യന്തികമായി നടപ്പാവുക. ഇപ്പോൾ ഇറാനിൽ നിന്നൊരു പ്രസ്താവന വന്നു എന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് ഇവിടെ എല്ലാം ശാന്തമായി എന്ന് നിഗമനത്തിലെത്തിയാൽ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്ക് അതത്ര സുരക്ഷാപരമായി നന്നായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ ഭാഗത്തും അത്ര ക്ലിയർ കട്ട് ഒരു ഐഡിയ ഇല്ല. യുദ്ധം ചെയ്യാനുള്ള നയപരമായ തീരുമാനമുണ്ട്, അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വരുന്നിടത്ത് വെച്ച് കാണാം എന്നത് തന്നെയാണോ എന്ന സംശയമുണ്ട്. ഇറാൻ എന്ന പഴയ പേർഷ്യയെ പൂർണ്ണമായി കീഴടക്കി ഇറാനെ ഭരിക്കാൻ ഒരു വൈദേശിക ശക്തിക്കും ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇറാൻ്റെ നേതൃത്വത്തിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇങ്ങനെയുള്ള അമേരിക്കൻ ഓഫേഴ്സ്, ഇസ്രയേലി ഓഫേഴ്സ് അതിലൊക്കെ വശംവദരായി തീർച്ചയായും ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. അമേരിക്കൻ ട്രൂപ്സിന് ഇറാഖിൽ കടന്നു കയറി ദീർഘമായി മുന്നേറാനും ലക്ഷ്യങ്ങൾ പിടിച്ചെടുക്കാനും ഒക്കെ സാധിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. പൂർണ്ണ പരാജിത രാഷ്ട്രമായി ഇറാൻ പോകുന്നത് അമേരിക്കയ്ക്കും നല്ലതിനല്ല. ഒരു പക്ഷേ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും അത്ഭുതം, വിസ്മയം കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം ഇറാൻ. ഞങ്ങളിതാ വെടി നിർത്തി എന്ന ഒരു പ്രതീതി ജനിക്കുമ്പോൾ ശത്രുക്കൾ ചില ആലസ്യത്തിലാകും. ആ ആലസ്യം മുതലെടുത്തുകൊണ്ട് ആക്രമിക്കുക എന്നതും ഒരു തന്ത്രമാണ്. കഴിഞ്ഞ രാത്രിയിൽ അത് കണ്ടു. അവരുടെ ടെറൈനെ കുറിച്ച് അവർക്കറിയാവുന്നതുപോലെ വൈദേശിക ശക്തികൾക്ക് അറിയില്ല. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത ആക്രമണം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കമുള്ള 40-ലധികം പ്രമുഖരെ വധിച്ചുകൊണ്ട് തുടങ്ങിയ വ്യോമാക്രമണങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപാധികളില്ലാത്ത കീഴടങ്ങൽ എന്ന ആവശ്യത്തെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പുച്ഛത്തോടെ കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഇതിനിടെ അമേരിക്കൻ സൈനികരെ പിടികൂടിയെന്ന അവകാശവാദവുമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനിയും രംഗത്തെത്തിയിരിക്കുകയാണ്. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് ഈ ലാറിജാനി. പിടികൂടിയ സൈനികരെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ US സെൻട്രൽ കമാൻഡ് ഈ അവകാശവാദം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു US സൈനികനെയും തടവിലാക്കിയിട്ടില്ല എന്നും അവരുടെ നുണകളിൽ ഒന്നാണ് ഇതെന്നുമാണ് US-ന്റെ നിലപാട്. എന്തായാലും ഈ അടിയും തിരിച്ചടിയും തുടർന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധം അത്ര എളുപ്പം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തു. പക്ഷേ പ്രസിഡന്റിന്റെ പ്രസ്താവന തിരുത്തിയ ഇറാൻ സേനാ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇന്നലെ തന്നെ ആക്രമണം തുടരുകയും ചെയ്തു. ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് തലങ്ങും വിലങ്ങുമാണ് ആക്രമണം നടക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നത രൂക്ഷമായതിന്റെ സൂചനയാണോ ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ? യുദ്ധകാലത്ത് നടത്തപ്പെടുന്ന പ്രസ്താവനകൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഒരു തന്ത്രം എന്ന നിലയിൽ വഴിതെറ്റിക്കാനായി പ്രസ്താവനകൾ നടത്താം. ഒരുപക്ഷെ പൂർണ്ണമായ അനുവാദമില്ലാതെ, തങ്ങളുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയുടെ പൂർണ്ണമായ പിൻബലം ഇല്ലാതെ ഒരു വ്യക്തി നടത്തുന്ന, അത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും നടത്തുന്ന പ്രസ്താവനയ്ക്ക് അത്രത്തോളം വില കൽപ്പിച്ചാൽ മതി. ആ അർത്ഥത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു പ്രസ്താവനയാണ് മസൂദ് പെസഷ്കിയാൻ, ഇറാനിയൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതായത് തങ്ങൾക്ക് ചെറിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട രാജ്യങ്ങളാണ്. പക്ഷേ അവരെ ഞങ്ങൾ ആക്രമിക്കേണ്ടി വന്നത് അവിടെ അമേരിക്കൻ സേനാ താവളങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അവിടെ നാശനഷ്ടങ്ങളുണ്ടായി, ഞങ്ങൾ ഖേദിക്കുന്നു. അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സ്വാഭാവികമായി കൊളാട്രൽ ഡാമേജ് ഉണ്ടാകുമല്ലോ. അതിൽ തങ്ങൾ ഖേദിക്കുന്നു. ഇനി ആക്രമണം ഉണ്ടാവില്ല എന്നാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. പക്ഷെ ഇത് വലിയ കോലാഹലമാണ് ഇറാൻ ഉള്ളിൽ സംഭവിപ്പിച്ചത്. നോക്കൂ, ഇറാൻ്റെ ഉള്ളിൽ 3 അധികാര ഘടനകളെങ്കിലുമുണ്ട്. ഒന്ന് മസൂദ് പെസഷ്കിയാനും രാഷ്ട്രീയ വ്യവസ്ഥിതിയും ചേരുന്ന ഒരു ഘടകം, അത് വളരെ ദുർബലമാണ്. അതേസമയം IRGC എന്ന് പറയുന്ന ഓൾ എൻകംപസിങ് സിസ്റ്റം,
അത് രാഷ്ട്രീയ ഘടനകളിലും സൈന്യത്തിലും മതഘടനകളിലും എല്ലാം തന്നെ ആഴത്തിൽ വേരുറപ്പിച്ച മറ്റു രാജ്യത്തൊന്നും ഇല്ലാത്ത ഒരു യുണീക്ക് സംവിധാനമാണ്. അവരെന്ത് പറയുന്നു എന്നതാണ് ആത്യന്തികമായി നടപ്പാവുക. പിന്നീടുള്ളത് ഗാർഡിയൻ കൗൺസിൽ, എല്ലാത്തിനും തലപ്പത്തെ അയത്തുള്ള, അതായത് മതഘടനകളുടെയും എല്ലാ ഘടനകളുടെയും തലപ്പത്തുള്ള വൺ മാൻ കോൾഡ് സുപ്രീം ലീഡർ. അതാരെന്നറിയില്ല. ഇപ്പോൾ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖുമൈനി വധിക്കപ്പെട്ടു. മറ്റൊരു സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമിതി, 88 അംഗ ഒരു സമിതിയാണ്. ആ സമിതി ഒന്ന് ചേർന്ന് ഒരു നേതാവിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ സൂചനകൾ മാത്രമേ ഉള്ളൂ. ഖൊമൈനിയുടെ മകൻ, ഖമനയുടെ രണ്ടാമത്തെ പുത്രൻ മുജ്തബ ഖൊമനയി ആയിരിക്കും എന്ന ഒരു സൂചന നൽകി. അത് മാത്രമല്ല, അതിൻ്റെ കാരണം ഒരു 3 അംഗ താൽക്കാലിക കൗൺസിൽ, അതിൽ മസൂദ് പസഷ്കിയാൻ അംഗമാണ്. മതഘടനകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരാൾ ചീഫ് ജസ്റ്റിസ്. ഇങ്ങനെ 3 പേരാണ്. ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ വളരെ പ്രധാനമാണ്. ഇവിടെ പ്രസിഡന്റ്, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞാൽ ട്രംപാണ് പറയുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റാണ്. അത് ട്രംപ് ഓൺ ചെയ്യുന്നു, അമേരിക്ക ഓൺ ചെയ്യുന്നു. അതിനുള്ളിൽ വിരോധങ്ങൾ കണ്ടേക്കാം, വ്യത്യസ്തമായ അഭിപ്രായം കണ്ടേക്കാം, പക്ഷേ അത് അമേരിക്കയുടെ പ്രസ്താവനയാണ്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് എന്നാണല്ലോ ചോദ്യം. അതിനുള്ള നിഗമനങ്ങൾ ഇതാണ്. ഒരു സെൻട്രൽ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആദ്യ മണിക്കൂറിൽ തന്നെ അമേരിക്ക തകർത്തു, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ ആക്രമണത്തിൽ തകർത്തു. പിന്നെ ഉള്ളത് ഈ വികേന്ദ്രീകൃതമായി, ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ പ്രവർത്തിച്ചത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു, അങ്ങനെ സംഭവിക്കാം, ഉന്നത നേതൃത്വം ഒറ്റയടിക്ക് എലിമിനേറ്റഡ് ആകാം. അങ്ങനെ സംഭവിച്ചാൽ വാട്ട് നെക്സ്റ്റ്? കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനം. അപ്പോൾ കേന്ദ്രീകൃതമായൊരു കമാൻഡ് കൊടുക്കാനാവില്ല. അതുകൊണ്ട് പ്രസിഡൻറ്റിന് പോലും അറിയില്ല എന്ത് കമാൻഡാണ്, അല്ലെങ്കിൽ എന്ത് തരം നിർദ്ദേശങ്ങളാണ് താഴെത്തട്ടിലുള്ള യൂണിറ്റുകൾക്ക്, ഓരോ പ്രവിശ്യക്കും അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട സമയോചിതമായി പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് സെൻട്രൽ കോർഡിനേഷൻ മെക്കാനിസം, അതിൽ ബഗ്ഗുകൾ കടത്തിവിട്ടിട്ടുണ്ടാകാം, ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടാകാം, ഇറാൻ്റെ ആക്രമണ പദ്ധതികൾ പോലും ചോരുന്നുണ്ടാവാം. അത്രയ്ക്ക് ശക്തമാണ് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും ചാരപ്രവർത്തനം ഇറാനുള്ളിൽ. ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന അത്ര അത്ര ആരോഗ്യപരമല്ല എന്നാണ് IRGCയുടെ ഒരു നിഗമനം. അങ്ങനെ IRGC അത് തിരുത്തുന്നത് കണ്ടു. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പ്രസിഡന്റ് തന്നെ തിരുത്തേണ്ടി വന്നു. അമേരിക്കൻ സേനാ താവളങ്ങളിലേക്ക് ആക്രമണം തുടരും. അത് മാത്രമല്ല സംഭവിച്ചത്, കഴിഞ്ഞ രാത്രിയിൽ കഠിനമായ ആക്രമണം വീണ്ടും നടന്നു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, GCC രാജ്യങ്ങളിലേക്ക്, സൗദി അറേബ്യയിലേക്കാണ്, റിയാദിലേക്കാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത്. ഖത്തറിലെ അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ ആക്രമണം നടന്നു, ബഹ്റൈനിലേക്ക് ആക്രമണം നടന്നു, UAEയിൽ ദുബായിലേക്ക് ആക്രമണം നടന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ച്, ഏതാണ്ട് പൂർണ്ണതോതിൽ തന്നെ പുനരാരംഭിച്ച വ്യോമ ഗതാഗതം വീണ്ടും ഭാഗികമായിട്ടെങ്കിലും തടസ്സപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഇറാനിൽ നിന്നൊരു പ്രസ്താവന വന്നു എന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് ഇവിടെ എല്ലാം ശാന്തമായി എന്ന് നിഗമനത്തിലെത്തിയാൽ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്ക് അതത്ര സുരക്ഷാപരമായി നന്നായിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു പുനർവിചിന്തനമുണ്ട്. അതുകൊണ്ട് കൃത്യമായ ചില കരാറുകൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ യുദ്ധം പൂർണ്ണമായി നിന്നു എന്ന് വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കുകയോ ചെയ്യാതെ ഒരു വ്യക്തിയുടെ വാക്കുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി, അത് ട്രംപിൻ്റെ ആണെങ്കിൽ പോലും, ട്രംപ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് മാറ്റിയും മറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രംപിൻ്റെ പ്രസ്താവന പോലും ഇപ്പോൾ തന്നെ ട്രംപ് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്, ഞങ്ങൾ അടുത്ത നേതാവിനെ തീരുമാനിക്കും, അല്ലെ നിങ്ങൾ തീരുമാനിക്കൂ, ഞങ്ങൾ ആ നേതാവിനെ മാത്രമേ അംഗീകരിക്കൂ, നിങ്ങൾ തീരുമാനിക്കുന്ന നേതാവ് ഞങ്ങൾക്ക് സ്വീകാര്യനായ നേതാവായിരിക്കണം. അടുത്ത ദിവസം പറയുന്നു ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, ഞങ്ങൾ കയറി അടിച്ചെല്ലാം നിരപ്പാക്കും. എത്രയോ പ്രസ്താവനകളാണ്, പരസ്പരം ബന്ധമില്ലാത്ത ഒരുപാട് പ്രസ്താവനകളാണ്. ഒരു കൺസിസ്റ്റൻസിയുടെ അഭാവം കാണാം. അത് എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ ഭാഗത്തും അത്ര ക്ലിയർ കട്ട് ഒരു ഐഡിയ ഇല്ല. യുദ്ധം ചെയ്യാനുള്ള നയപരമായ തീരുമാനമുണ്ട്, അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വരുന്നിടത്ത് വെച്ച് കാണാം എന്നത് തന്നെയാണോ എന്ന സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇറാന് നേരെ ശക്തമായ ആക്രമണമാണ് US-ഉം ഇസ്രായേലും സംയുക്തമായി തുടരുന്നത്. ടെഹ്റാനിൽ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ടെഹ്റാനെ അഗ്നി വിഴുങ്ങിയെന്നും യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ടെഹ്റാനിൽ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടക്കുന്നത് എന്നുമാണ് അൽ ജസീറയടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഇറാന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും കീഴടങ്ങില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. ഇറാന് ഇങ്ങനെ
എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇറാൻ്റെ മനസ്സ്, അതൊരു ചരിത്രപരമായ മനസ്സാണ്. ഇറാൻ ഒരിക്കലും ചരിത്രപരമായി വൈദേശിക ആധിപത്യത്തിൻ്റെ കീഴിൽ വന്നിട്ടില്ല. പടയോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഉൾപ്പെടെയുള്ള പടയോട്ടങ്ങൾ. എല്ലാ പടയോട്ടങ്ങളും പലപ്പോഴും ഇറാൻ വഴിയാണ്. പടിഞ്ഞാറൻ മണ്ണിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന പല പടയോട്ടങ്ങളും ഇറാൻ്റെ മണ്ണ് ടച്ച് ചെയ്യാതെ പറ്റില്ല. പക്ഷേ ഇറാൻ എന്ന പഴയ പേർഷ്യയെ പൂർണ്ണമായി കീഴടക്കി ഇറാനെ ഭരിക്കാൻ ഒരു വൈദേശിക ശക്തിക്കും ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ പോലും കഴിഞ്ഞിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചു, ബ്രിട്ടൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. ഇറാനെ പല ആവർത്തി ശ്രമിച്ചു. ഈ തുർക്കിയുടെയൊക്കെ സ്വാധീന മേഖലയായി അവിടെയും ശ്രമിച്ചു. ഇതൊന്നും തന്നെ ബലവത്തായില്ല. അതുകൊണ്ടാണ് ഇറാൻ്റെ ജനതയിൽ ഒരു DNA ഉണ്ട്, ഒരു റെസിസ്റ്റൻസിൻ്റെ, അതൊരു ദേശീയ ബോധത്തിൻ്റെ, ഒരു സാംസ്കാരിക പൈതൃകം നെഞ്ചിലേറ്റി നടക്കുന്നൊരു ജനമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കീഴടങ്ങാൻ തയ്യാറായില്ല. പൊരുതി മരിക്കുക എന്ന ഒരു ചിന്തയുള്ള അനേകർ ഒരു രാജ്യത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊക്കെ എടുത്താൽ, ചില ഫ്രീബീസ് കൊടുത്താൽ, ചില ഓഫറുകൾ കൊടുത്താൽ അതിൽ കൊത്താനുള്ള സാധ്യത കുറവാണ് പലർക്കും. പക്ഷേ അതേസമയം ഇറാൻ്റെ നേതൃത്വത്തിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇങ്ങനെയുള്ള അമേരിക്കൻ ഓഫേഴ്സ്, ഇസ്രയേലി ഓഫേഴ്സ് അതിലൊക്കെ വശംവദരായി തീർച്ചയായും ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഏറെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇറാനുള്ളിലെ ഈ ദൗർബല്യം തന്നെയാണ്. പക്ഷേ ഔപചാരികമായി പറയുമ്പോൾ ഇറാന് അന്ത്യശാസനം കൊടുക്കുന്നു ട്രംപ്. കീഴടങ്ങൂ, അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഴിഞ്ഞ രാത്രിയിൽ പൂർണ്ണമായി തച്ചു തകർക്കും. രാത്രി ഇരുട്ടി വെളുത്തിട്ടും ഈ പറഞ്ഞതല്ലാതെ ആക്രമണം നടന്നു. ടെഹ്റാനിൽ ഈ സൂചിപ്പിച്ചതുപോലെ നല്ല ആക്രമണം നടന്നു. ഓയിൽ സംഭരണി ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടു. നോക്കൂ, അത് അപകടകരമായ ഒരു കാര്യമല്ലേ? ഒരു സാമ്പത്തിക കേന്ദ്രങ്ങളെ, അല്ലെങ്കിൽ ഈ ഇറാൻ്റെ ആസ്തി എന്ന് പറയുന്നത് എണ്ണയാണല്ലോ. എണ്ണ സംഭരണശാലകൾ, എണ്ണപ്പാടങ്ങൾ, എണ്ണയുമായി ബന്ധപ്പെട്ട പ്രകൃതിവാതകവുമായും ക്രൂഡ് ഓയിലുമായും ബന്ധപ്പെട്ട ശുദ്ധീകരണശാലകളൊക്കെ, ഇതെല്ലാം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ ഇറാൻ മുഴുവൻ നിന്ന് കത്തും. കാരണം വ്യോമ പ്രതിരോധം തീർത്തും ദുർബലമായി മാറിയിരിക്കുന്നു ഇറാൻ. അതുകൊണ്ട് ഇതെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഇക്കണോമിക് ടാർഗറ്റ്സിലേക്ക് ആക്രമണം കേന്ദ്രീകരിക്കും എന്നത് കോമൺ നോളജാണ്. ഇറാൻ അത് പ്രതീക്ഷിക്കുന്നു. അത് സഹിച്ചുകൊണ്ട് തന്നെ അവസാനം വരെ തങ്ങൾ പോരാടാൻ തയ്യാറാണ്. അങ്ങനെ പോരാടാൻ തയ്യാറായാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ്റെ മണ്ണിലേക്ക് ട്രൂപ്സുമായി പ്രവേശിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാട്ടിക്കൊടുക്കാം എന്നൊരു ചിന്ത ഇറാൻ്റെ മനസ്സിലുണ്ട്. ഇറാൻ്റെ ഭരണകൂടത്തിന്, ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മനസ്സിലുണ്ട്. ഇറാന്റെ സമ്പൂർണ്ണ നാശം പരിഗണനയിലെന്നും അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നേ വരെ ആക്രമിക്കാൻ ആലോചിക്കാത്ത ഇടങ്ങളിൽ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കുർദുകളെ ഇറാനിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്മാറി എന്നത്. യുദ്ധം ഇപ്പോൾ തന്നെ സങ്കീർണമാണ് എന്നും ഇതിലേക്ക് കുർദുകളെ അയച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞതായി വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ട്രംപിന്റെ ഈ മലക്കം മറിച്ചിൽ എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, ഇതാണല്ലോ ശക്തിയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. വിവിധങ്ങളായ ഓപ്ഷൻസ്, അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രം നോക്കിയാൽ മതിയാകും. ആയുധങ്ങൾ ഏതെല്ലാം, സ്ഥലം ഏത്, എവിടെയാണ് പ്രഹരിക്കേണ്ടത്, ഏത് തരം സേനയാണ് വിന്യസിക്കേണ്ടത്, ഇതെല്ലാം ആയുധങ്ങളുടെയും ടെക്നോളജിയുടെയും ധാരാളിത്തമുള്ള അമേരിക്കയ്ക്കും ഇസ്രയേലിനും തീരുമാനിക്കാം. അതുകൊണ്ടാണ് ട്രംപ് തരം പോലെ മാറ്റിയും മറിച്ചും പറയുന്നത്. ഒരു ദിവസം തോന്നും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ട്രംപിന് തോന്നും ഇന്ന രീതിയിൽ പൂർണ്ണമായി തച്ചുടയ്ക്കാൻ പോകുന്നു, കീഴടങ്ങൂ എന്ന ശാസനയാണ്. കീഴടങ്ങുന്ന ലക്ഷണമില്ല എങ്കിൽ അത് മാറ്റിപ്പറയും. ഞങ്ങൾ കുർദുകളെ ഉപയോഗിച്ചുകൊണ്ട് നാശം വിതയ്ക്കും. ഇനി കുർദുകളെക്കുറിച്ച് ഒരു വാക്ക് കൂടി പറയാം. എന്താണ് കുർദുകളുടെ പ്രത്യേകത? നമ്മൾ ഏറെ സമയമായി സംസാരിച്ചു കൊണ്ടിരുന്നതും എന്നാൽ വലിയ ഗൗരവത്തിലെടുക്കാത്തതുമായ ഒരു ഫാക്ടറാണിത്. അമേരിക്കയുടെ സൈനികരാരും തന്നെ നേരിട്ട് ഇറാൻ്റെ മണ്ണിൽ ഇറങ്ങുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഇസ്രയേലി സൈനികർക്കും ഇറങ്ങാനാവില്ല, അല്ലെങ്കിൽ ഇറങ്ങുന്നില്ല എന്ന് ചിന്തിക്കുക. കാരണം ഇറാന് 4.5 ലക്ഷത്തോളം ആക്റ്റീവ് സൈനികർ തന്നെയുണ്ട്. ഒരുപാട് കവചിത വാഹനങ്ങളും ടാങ്കുകളും സേനാ വിന്യാസവുമുണ്ട്. ഇറാൻ്റെ ടോപ്പോഗ്രഫി അങ്ങനെ കീഴടക്കാൻ എളുപ്പമുള്ള ടോപ്പോഗ്രഫി അല്ല. ഇറാഖിൻ്റെ ടോപ്പോഗ്രഫി പോലെ അത്ര സുഗമമല്ല. ഇറാഖിൽ വലിയ മലനിരകളൊന്നുമില്ല. അതുകൊണ്ട് 2003 ഫൈനൽ യുദ്ധത്തിൽ, ഗൾഫ് യുദ്ധത്തിൽ അമേരിക്കൻ ട്രൂപ്സിന് ഇറാഖിൽ
കടന്നു കയറി ദീർഘമായി മുന്നേറാനും ലക്ഷ്യങ്ങൾ പിടിച്ചെടുക്കാനും ഒക്കെ സാധിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. ഇറാൻ്റെ ടോപ്പോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി, മരുഭൂമി, പർവ്വതങ്ങൾ, ചെറിയ മലനിരകൾ, ഗുഹകൾ, ഊഷരഭൂമി, മരുഭൂമികൾ എന്ന് വേണ്ട ഒരുപാട് വൈവിധ്യങ്ങളാർന്ന സ്ഥലം. അതുമാത്രമല്ല വലിയ വലിപ്പമാണ് ഇറാൻ്റെ ഭൂമി. വടക്ക് കാസ്പിയൻ കടൽ, തെക്ക് പേർഷ്യൻ ഉൾക്കടൽ, ഇതിനെല്ലാം ഇടയ്ക്ക് കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഉൾപ്പെടെയുള്ള ഇറാനെ അകത്തേക്ക് കയറി പ്രഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഇറാൻ്റെ ശരീരത്തിലെ വലിയ മുള്ളായിരുന്നു എക്കാലത്തെയും ഒരു അക്കിലസ് ഹീൽ, അല്ലെങ്കിൽ ദൗർബല്യം, അല്ലെങ്കിൽ ഒരു ക്യാൻസർ പോലെ വളർന്ന ഒരു സാധനമാണ് കുർദിഷ് വിമതരുടെ സാന്നിധ്യം. ഇറാൻ്റെ വടക്കൻ പ്രദേശത്ത് കുർദുകളുടെ സാന്നിധ്യം, വടക്ക് പടിഞ്ഞാറൻ പ്രദേശം കുർദ് മേഖലയാണ്. തുർക്കിയുടെ കിഴക്കൻ പ്രദേശം, തെക്ക് കിഴക്കൻ പ്രദേശം, സിറിയയുടെ കിഴക്കൻ പ്രദേശം, ഇറാഖിൻ്റെ വടക്കൻ പ്രദേശം, ഇവിടെ എല്ലാം ഉള്ള ഒരു വംശീയ വിഭാഗമാണല്ലോ കുർദുകൾ. കുർദുകൾ സ്വയം നിർണയ അവകാശത്തിനു വേണ്ടി, അല്ലെങ്കിൽ കുർദുകൾക്ക് കുർദിസ്ഥാൻ എന്ന പേരിൽ ഒരു രാജ്യം, സ്വതന്ത്ര പരമാധികാര രാജ്യം വേണമെന്ന ആവശ്യം ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതാണ്. അതുകൊണ്ടാണ് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ തുർക്കിഷ് സ്വാധീന മേഖലകളായിരുന്ന ആ പ്രദേശങ്ങളെല്ലാം സഖ്യസേന, ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ സേന മോചിപ്പിച്ചെടുത്തു. അപ്പോൾ അവർക്ക് കുർദുകൾക്ക് ഒരു രാജ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? ആയുധമെടുക്കുക. അവ നിരന്തരമായി അന്ന് അതിനുശേഷം രൂപീകരിക്കപ്പെട്ട തുർക്കി എന്ന ഇന്നത്തെ ആധുനിക തുർക്കി, ഇറാൻ, ഇറാഖ്, സിറിയ, ഈ രാജ്യങ്ങളുമായി ഇതിൻ്റെ എല്ലാം ജംഗ്ഷൻ, ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേരുന്ന ഇടത്താണ് കുർദുകളുടെ അധിവാസ മേഖല. ഏതാണ്ട് കേരളത്തിന് ജനസംഖ്യയോളം വരും. ഒരു 3.5 കോടിക്കും 4 കോടിക്കും ഇടയിലുള്ള ജനസംഖ്യയാണ് കുർദുകൾ. കൂടുതലും സുന്നി മുസ്ലിങ്ങളാണ്. ഒരു 15% ഷിയ മുസ്ലിങ്ങളാണ്. ഇറാൻ്റെയൊക്കെ മേഖലയിലുള്ളത് ഷിയ മുസ്ലിങ്ങളാണ് കുറേയൊക്കെ. എങ്കിലും സുന്നികൾക്ക് ആധിപത്യമുള്ള, അതേസമയം യാസിദി എന്ന് പറയുന്ന ഈ ഇസ്ലാം പോലുമല്ല, അതൊരു പുതിയൊരു ട്രൈബൽ റിലിജ്യനാണ് യാസിദികൾ. അതൊരു പ്രത്യേക വംശീയ കുർദുകൾക്കുള്ളിലെ ഒരു ഉപവിഭാഗമാണ്. അങ്ങനെയുള്ള വിവിധങ്ങളായ ഈ വംശീയത ഇതെല്ലാം കൂടെ സങ്കലനപ്പെട്ട് നിൽക്കുന്ന കുർദ് മേഖല, ആ കുർദുകൾക്ക് ആയുധം നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇറാഖിലെ കുർദുകൾക്ക്, അവർക്കൊരു സ്വയംഭരണ കൗൺസിലൊക്കെ ഉണ്ട് ഇറാഖിൻ്റെ ഒരു ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച്. എന്നാൽ ഇറാനിലെ കുർദുകളെ ഇറാൻ ഭരണകൂടം, അയത്തുള്ള അലി ഖുമൈനിയുടെ ഭരണകൂടം കൃത്യമായി അടിച്ചമർത്തുകയായിരുന്നു. തുർക്കിയിലെ കുർദുകളെയും അടിച്ചമർത്തുകയായിരുന്നു. ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയും അതിൻ്റെ സൈനിക യൂണിറ്റുമുണ്ട്. അവരെ അടിമുടി ആയുധം അണിയിച്ചുകൊണ്ട് കുർദുകളെ ഇറാനെതിരെ ഒരു സായുധ സംഘം എന്ന നിലയിൽ ഇപ്പോൾ സിറിയയിലൊക്കെ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ അൽ ഷറായുടെ സൈന്യം വടക്ക് നിന്ന് ഇങ്ങനെ ആക്രമിച്ച് കയറി സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ് അതുവരെ കീഴടക്കി. ഏതാനും ദിവസങ്ങൾ കൊണ്ടത് കീഴടക്കി. അത്രയ്ക്ക് സുഗമമാവില്ല കുർദ് സേന. കുർദ് ഇതര മേഖലയായ ഇറാൻ്റെ പ്രധാനപ്പെട്ട മേഖല, പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇതൊരു മറ്റൊരു വംശീയ വിഭാഗമാണ്. വലിയ ആഭ്യന്തര കലഹമുണ്ടാകും. സൈന്യം അവിടെ ഇപ്പോഴും ആക്റ്റീവാണെങ്കിൽ അടിച്ചമർത്തും. പിന്നീട് ദീർഘകാലം ഒരു സിവിൽ വാറിലേക്ക് പോകും. അങ്ങനെ പൂർണ്ണ പരാജിത രാഷ്ട്രമായി ഇറാൻ പോകുന്നത് അമേരിക്കയ്ക്കും നല്ലതിനല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇറാൻ തീവ്രവാദ മിലിഷ്യകളുടെ, ഇസ്ലാമിസ്റ്റ്, ഒരുപക്ഷെ ഷിയ ഇസ്ലാമിസ്റ്റ് മിലിഷ്യകളുടെ കയ്യിലേക്ക് പോകാം. മൾട്ടിപ്പിൾ മിലിഷ്യാസ്. ഇതെല്ലാം ആത്യന്തികമായി അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈസ് വെയിങ് ഓപ്ഷൻസ്. ഏരിയൽ ബോംബാർഡ്മെൻറ്റ് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇനി കൂടുതലായിട്ട് എന്താണ് തകർക്കാൻ? ഒരുപാട് കാര്യങ്ങൾ തകർത്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡറി ടാർഗറ്റ് ആയിരിക്കും തകർക്കാനുള്ളത്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാലും ഇറാൻ കീഴടങ്ങുന്നില്ല എങ്കിൽ ഒരുപാട് ഭീഷണി പ്രയോഗങ്ങൾ നടത്തുന്നു. ട്രംപ് ഓരോ ദിവസവും തന്നെ കീഴടങ്ങും, ഉടൻ ചെയ്യൂ, ഞങ്ങൾ ഉടൻ ഫിനിഷ് ചെയ്യും, ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഒരു ജനതയെ, ഒരു ഭരണകൂടത്തെ എന്തു പറഞ്ഞാലും അവർ കീഴടങ്ങില്ല. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അകത്തേക്ക് പ്രവേശിക്കുക. നേരിട്ട് പ്രവേശിക്കാനാവില്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ പ്രവേശിക്കുക. അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മറ്റൊരു മാർഗമുണ്ട്, ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു അട്ടിമറി, സൈനികമോ IRGCയുടെ ഭാഗത്തു നിന്നോ ഉള്ളൊരു അട്ടിമറി. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, ഇതെല്ലാം തന്നെ എൻഡെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അമേരിക്കയ്ക്കും ഇസ്രയേലിനും സ്വീകാര്യമായ
ഒരു ടേൺ ഓഫ് ഈവൻസ്. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. ശക്തിയുള്ളവർക്ക് അങ്ങനെ ആഗ്രഹിക്കാമല്ലോ. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം കുറഞ്ഞുവെന്നാണ് അമേരിക്ക പറയുന്നത്. ആദ്യ 5 ദിവസങ്ങളിൽ ഉപയോഗിച്ചതിന്റെ 10-1 മിസൈൽ പോലും കഴിഞ്ഞ 3 ദിവസമായി ഇറാൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അത്യാധുനിക മിസൈലുകൾ ഇനിയും ഉപയോഗിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആക്രമണം കുറച്ചത് ഇറാന്റെ തന്ത്രമാണോ അതോ ഇറാന്റെ മിസൈൽ ശേഖരം കുറഞ്ഞതാണോ? ഇത് രണ്ടും സംഭവിച്ചിരിക്കാം. ഇറാന്റെ ശേഖരം, മിസൈൽ ശേഖരം 3000-ൽ പരം മിസൈലുകളുണ്ട് എന്നാണ് പറയുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത എണ്ണം ഡ്രോണുകളുണ്ട്. അത് പല കാറ്റഗറി ഓഫ് ഡ്രോണുകളാണ്. മിസൈലുകളും വിവിധ ദൂരപരിധിയുള്ള മിസൈലുകളാണ്. ഇതിൻ്റെ എല്ലാം ശേഖരം ഒന്നാം ദിവസം തന്നെ, വിവരമുള്ള ഒരു സൈനിക യൂണിറ്റും ഒന്നാം ദിവസം തന്നെ എല്ലാം കൂടി പൊട്ടിച്ച് തീർക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു ദീർഘമായ യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹ്രസ്വദൂര മിസൈലുകൾ ഒരുപക്ഷെ കരുതി വച്ചേക്കാം. ഒരുപക്ഷെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും അത്ഭുതം, വിസ്മയം കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം ഇറാൻ, അറിയില്ല. എപ്പോഴും ആദ്യ മണിക്കൂറുകളിൽ അതിശക്തമായ പ്രത്യാക്രമണം നടക്കേണ്ടതുണ്ട്. അവരുടെ ആത്മവീര്യം നിലനിർത്താൻ ഒന്നാം മണിക്കൂറിൽ തന്നെ അയത്തുള്ള അലി ഖുമൈനിയും 48 പേരും വലിയ നേതാക്കളാണ്. അത് സൈനിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും മത പണ്ഡിതന്മാരും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ തിരിച്ചടി വലിയ രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതൊരു 3-4 ദിവസം നീണ്ടു നിന്നു. ഇപ്പോൾ യുദ്ധം 8-ാം ദിവസവും കഴിഞ്ഞ് മുന്നേറുന്നു. അങ്ങനെ വരുമ്പോൾ മാറി ചിന്തിക്കേണ്ട സമയമാണ്. 2 steps forward, 1 step back. 2 അടി മുന്നോട്ട് പോയതിന് ശേഷം തീവ്രമായ ആക്രമണത്തിലൂടെ 1 അടി പിന്നോട്ട് നിൽക്കുന്നതും യുദ്ധതന്ത്രം തന്നെയാണ്. യുദ്ധത്തിന് പല തന്ത്രങ്ങളുണ്ട്. ഞങ്ങളിതാ വെടി നിർത്തി എന്ന ഒരു പ്രതീതി ജനിക്കുമ്പോൾ ശത്രുക്കൾ ഇച്ചിരി ആലസ്യത്തിലാകും. ആ ആലസ്യം മുതലെടുത്തുകൊണ്ട് ആക്രമിക്കുക എന്നതും ഒരു തന്ത്രമാണ്. കഴിഞ്ഞ രാത്രിയിൽ അത് കണ്ടു. അമേരിക്ക പറഞ്ഞു കഠിനമായ ആക്രമണം ഒഴിച്ചുവിടും. ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. ആക്രമിക്കില്ല എന്ന് ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞത് IRGC അങ്ങോട്ട് തിരുത്തി. ഇല്ല, ഞങ്ങൾ ആക്രമിക്കും. അമേരിക്കൻ സേനാ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ, എത്ര കാലമുണ്ടോ അത്രയും ഇടങ്ങളിലും സ്ഥലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം 2 സ്വരത്തിലാണ് ആ രാജ്യം സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയുന്നു എന്നതല്ല, എന്ത് സംഭവിക്കുന്നു എന്നതാണ്. അപ്പം മിസൈൽ ശേഖരം കുറഞ്ഞതുകൊണ്ടാകാം ആക്രമണം കുറഞ്ഞത്. ഇനി അതല്ല, ഒരു തന്ത്രം എന്ന നിലയിൽ ആക്രമണം കുറച്ചുകൊണ്ട് വരുന്നതാവാം. അതുമാത്രമല്ല, പൂർണ്ണമായി പുറത്തേക്കുള്ള ആക്രമണം നിർത്തിക്കഴിയുമ്പോൾ പിന്നെ അപ്പോഴും കീഴടങ്ങുന്നില്ല എങ്കിൽ സൈന്യമകത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ ഹ്രസ്വദൂര മിസൈലുകളും ടാങ്കുകളും തോക്കുകളും വെടിക്കോപ്പുകളുമായി അല്ലെങ്കിൽ മൈനുകളുമായി ശത്രു സൈന്യത്തെ നേരിടാം എന്ന ഒരു ഗെയിം പ്ലാൻ. യുദ്ധം തന്ത്രങ്ങളുടെ പോരാട്ടം കൂടിയാണല്ലോ, വാക്കോത്തോരണി മാത്രമല്ലല്ലോ. അത് ഫീൽഡിൽ കാണിക്കേണ്ട, തെളിയിക്കേണ്ട തന്ത്രങ്ങൾ. ഈ തന്ത്രങ്ങൾ ഒരുപക്ഷെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന, പൊതുവെ എസിമെട്രിക്കൽ വാർഫെയറിൽ ദുർബലമായ കക്ഷിയായ ഇറാൻ അത് പയറ്റുക. കാരണം ആകെയുള്ളത് തന്ത്രങ്ങളാണ്. കാരണം ആയുധങ്ങൾ കുറവ് വരുമ്പോൾ തന്ത്രപരമായ മികവ് കൊണ്ട് ഒരു മേൽക്കൈ നേടുക. തീർച്ചയായും തന്ത്ര മികവ് കൊണ്ടും ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചുകൊണ്ടും ആണല്ലോ വിയറ്റ്നാമിലെ വിയറ്റ്കോങ് ഗറില്ലകൾ ശക്തമായ അമേരിക്കൻ സേനയ്ക്കെതിരെ മലനിരകളിലും വനപ്രദേശങ്ങളിലും പിടിച്ചു നിന്നത്. അല്ലാതെ ഫയർ ആംസ് ഉള്ളത് കൊണ്ടോ കൈക്കരുത്തുള്ളത് കൊണ്ടോ അല്ല. അവരുടെ ടെറൈനെക്കുറിച്ച് അവർക്കറിയാവുന്നതുപോലെ വൈദേശിക ശക്തികൾക്ക് അറിയില്ല. ഇറാൻ്റെ ഭൂമി, മണ്ണ്, ഉപരിതലം എങ്ങനെ എന്ന് ഏറ്റവും അറിയാവുന്നത് ഇറാനിയൻ സൈനികർക്ക് തന്നെയാണ്. അവിടെയാണ് ആ മുൻതൂക്കം. അതുകൊണ്ടാണ് ഇപ്പോൾ പുറമേ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന മിസൈലുകളുടെ എണ്ണം കുറയുന്നു. അത് വെച്ചിട്ടൊരു നിഗമനത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്.